അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് പറയാൻ പോകുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വാജിബ്, കറാത്ത്, സുന്നത്ത് എന്നിങ്ങനെ പലതും. നമ്മളറിയാതെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ചില ആൾക്കാർ, അധികം സ്ത്രീകളായിരിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കും നിസ്കാരത്തിൽ. ഒന്നുകിൽ കറി അടുപ്പത്ത് വെച്ചിന്, അല്ലെങ്കിൽ ഗിൽസ് പൂട്ടിന്, അല്ലെങ്കിൽ ഗ്യാസ് ഓഫാക്കിന്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അങ്ങനെ ഉണ്ടായപ്പോൾ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം റെഡിയായാൽ മാത്രമേ അത് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. വെറുതെ അങ്ങ് കാട്ടിക്കൂട്ടി നിസ്കരിച്ചു എന്നുള്ള പേര് പോരാലോ. അപ്പം നാം അറിയാതെ നിസ്കാരം ബാത്തിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ നിസ്കാരം നഷ്ടമാവും. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താലും അറിയാതെ ചെയ്താലും നിസ്കാരം ബാത്തിലാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത്, നിസ്കാരത്തെ ഞാൻ മുറിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ മുറിച്ചു, അല്ലെങ്കിൽ മുറിക്കും എന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. പറയുന്നത്, നിർബന്ധമായ കാര്യം സുന്നത്തായി കണക്കാക്കുക. ഇപ്പോൾ ഫാത്തിഹ ഓതൽ ഇത് സുന്നത്തല്ലേ, അല്ലെങ്കിൽ സുജൂദ് ചെയ്യൽ ഇത് സുന്നത്താണോ, സുന്നത്തല്ലേ, അങ്ങനെ കരുതിയാൽ തന്നെ നിസ്കാരം ബാത്തിലാകും. പിന്നെ പറയുന്നത്, നിസ്കാരത്തിൽ കളിചിരി, തമാശ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും നിസ്കാരം ബാത്തിലാകും. ഇങ്ങനെയുള്ളത് രോഗം കൊണ്ട് ഉള്ളതെങ്കിൽ ആ നിസ്കാരത്തിൽ ബാധിക്കുകയില്ല. അടുത്തതായിട്ട്, നമ്മൾ മറന്ന് ചെയ്താൽ നിസ്കാരം നഷ്ടമാവില്ല. അപ്പോൾ മനഃപൂർവ്വം ചെയ്താലോ നിസ്കാരം നഷ്ടമാവുകയുള്ളൂ. ഒരു റക്അത്തിൽ മനഃപൂർവ്വം 3 സുജൂദ് ചെയ്താൽ, മറന്ന് ചെയ്താൽ അത് കുഴപ്പമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതെങ്കിൽ ആ നിസ്കാരം ബാത്തിലാവും. പിന്നെ നിയ്യത്ത് വെക്കാതെ നിസ്കരിക്കൽ. മൂന്നാമതായിട്ട്, ഫർളിനെ മറന്ന് ചെയ്യാതിരുന്നാൽ പിന്നെ വീണ്ടെടുക്കൽ. നമ്മളിപ്പോൾ റുക്കൂയിൽ പോകാണ്ട് സുജൂദിലേക്ക് നേരെ പോയി, അപ്പോൾ സുജൂദ് എന്ന് നമുക്ക് തോന്നുന്നു റുക്കൂ ചെയ്തിട്ടില്ല അല്ലേ, അപ്പോൾ ആ സുജൂദ് എഴുന്നേറ്റ് റുക്കൂയിലേക്ക് പോയിട്ട് വേണം സുജൂദിലേക്ക് വീണ്ടും മടങ്ങാൻ. അങ്ങനെ ചെയ്യാതിരുന്നാൽ, വീണ്ടെടുക്കാതിരുന്നാൽ നിസ്കാരം ബാത്തിലാകും. പിന്നെ പറയുന്നത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിലൊന്ന് ഒഴിവാക്കുക. അതുപോലെ അർത്ഥമുള്ള ഒരു വാക്കോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ പറയുക. ചില ആൾക്കാർ നിസ്കാരത്തിൽ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ, ഒന്ന് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ, ഒന്ന് എണീക്കുമ്പോൾ യാ അല്ലാ യാ അല്ലാ അല്ലാ പറയുന്നതിന് കുഴപ്പമില്ല, എൻ്റെ റബ്ബേ, എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ പടച്ചോനെ എന്നെല്ലാം പറഞ്ഞിട്ട് എണീക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിസ്കാരം ബാത്തിലാവും. അതുപോലെ ഭക്ഷണം കഴിക്കുക, നിസ്കാരത്തിൽ വായിൽ മിഠായി വെച്ചാൽ അത് തിന്നുക, ചവച്ചിറക്കുക, അല്ലെങ്കിൽ പല്ലിൽ കുടുങ്ങിയ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെ തിന്നുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.